ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീമാണ്. ഐസ്ക്രീമൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ പല പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിഡിലൻ ഒരു ഐസ്ക്രീമാണ്. ഇത് നമുക്ക് തന്നെ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ചക്ക കൊണ്ട് ഇവിടെ ഓക്കെ നമ്മുടെ ചക്കല്ലേ, ഈ ചക്ക ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നത്തെ ഇതിലേക്കുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഫുൾ ടൈം കിട്ടുന്ന ആട്ടപ്പൊടി, അതായത് റേഷൻ കടയിലെ ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി കൂടിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് വീഡിയോസ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലത്തെ ഫുഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ഫുഡ് വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ചക്ക ഐസ്ക്രീം ഉണ്ടാക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ കുറച്ച് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ചുവണിയും അതുപോലെ തന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് പാത്രത്തിലാക്കി എടുക്കണം. അതായത് ഈ ഒരു 2 ബോളിന് അളവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുതാക്കി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ 2 കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ജാർ എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. നോർമൽ പാലാണ്, തണുപ്പിച്ച പാലല്ല, അതുപോലെ ചൂടാക്കിയ പാലൊന്നുമല്ല, നോർമൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ നമ്മൾ 2 കപ്പ് പാലാണ് ഉപയോഗിച്ചത്. അതായത് നേരത്തെ ഒരു 1/2 കപ്പ് എടുത്തു, അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 കപ്പ് പാൽ ഈ ഒരു ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുക. വാനില എസൻസ് കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ ചക്കയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പാലും അതുപോലെ പഞ്ചസാരയും. അതിനുശേഷം നേരത്തെ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോകും. അതിനുശേഷം നമ്മളിത് ഫുൾ ടൈം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് നന്നായിട്ട് ആ ഒരു ഗോതമ്പ് പൊടി വേവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗോതമ്പ് പൊടിയൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയും പാലുണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ജ്യൂസ് ആക്കി വെച്ച ചക്ക ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊരു നല്ലൊരു അടപ്പുള്ളൊരു പാത്രം, ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാട്ടാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് നല്ല അടപ്പുള്ള നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റിയ പാത്രം തന്നെ എടുക്കുക. ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ പാട്ട് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മൾ നേരെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണം. ഫ്രീസറിൽ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം ആ ഒരു സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 4 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഐസ്ക്രീമിൻ്റെ ആ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടോ. 4 മണിക്കൂർ മതിയിട്ട്. 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ അതേ രീതിയിലാവുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഒരു കയ്യിലൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, ആ ഒരു ഐസ്ക്രീം എടുക്കുന്ന അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കോരിയെടുക്കുന്ന സമയത്ത് ആ ഒരു ചക്കയുടെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ് ഈ ഒരു ജാക്ക് ഫ്രൂട്ട് കൊണ്ടുള്ളൊരു ഐസ്ക്രീം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ചക്ക കൊണ്ടുള്ള ഒരു ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയും അതുപോലെ ഗോതമ്പ് പൊടിയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ രണ്ടും നമ്മുടെ വീട്ടിൽ കിട്ടുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.